സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ചോദ്യോത്തരവേള മുതൽ ആരംഭിച്ച പ്രതിഷേധത്തിൽ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. നോട്ടീസ് നൽകാതെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ചർച്ചയെ ഭയക്കുന്നതുകൊണ്ടാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകാത്തതെന്ന് മന്ത്രി എം.പി. രാജേഷ് ആരോപിച്ചു. രാവിലെ നിയമസഭ ആരംഭിച്ചതു മുതൽ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവാണ് പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ബാനറുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. തുടർന്ന് സ്പീക്കറുടെ മുഖമറച്ച പ്രതിഷേധം. പ്രതിപക്ഷ നേതാവിനെ പോലും കാണുന്നില്ല. അങ്ങോട്ട് ബാനർ താത്താൻ പറ പ്ലീസ്. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തരവേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല. നോട്ടീസ് പോലും നൽകാതെയുള്ള പ്രതിഷേധം ചർച്ചയെ ഭയന്നെന്ന് മന്ത്രി എം.പി. രാജേഷ്. ഇപ്പോഴിതാ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിൽ ഒരു നോട്ടീസ് എങ്കിലും കൊടുക്കാനുള്ള പാർലമെന്ററി മര്യാദ, സഭയോടുള്ള മര്യാദ ഇവർ കാണിക്കണ്ടേ? അതിനിടെ പ്രതിപക്ഷത്തിന് മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിഹാസം. എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് സാറേ സമരം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വി ശിവൻകുട്ടി പഠിപ്പിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി. ദയവ് ചെയ്ത് അദ്ദേഹം കാണിക്കരുത്. അദ്ദേഹത്തിന്റെ അടിവസ്ത്രം വരെ പണ്ട് കണ്ടതാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ. വരും ദിവസങ്ങളിലും സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.